രേവതി. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് us. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മൂസ് എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്. നമുക്ക് ഐസ്ക്രീം ഒക്കെ പോലെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ സാധാരണ മൂസ് ഉണ്ടാക്കുന്നത് നമ്മൾ മുട്ടയൊക്കെ യൂസ് ചെയ്തിട്ടാണ്. മുട്ട മാത്രമല്ല വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്തിട്ടാണ് മൂസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് അതൊന്നും ഇല്ലാതെ തന്നെ രണ്ട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ മൂസ് ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടാണ്. നിങ്ങൾക്കിത് ഡാർക്ക് ചോക്ലേറ്റും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ, എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒട്ടും താമസിയാതെ ഈ ഈസി ആയിട്ടുള്ള മൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. മൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ഗ്രേറ്റഡ് വൈറ്റ് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വൈറ്റ് ചോക്ലേറ്റ് കമ്പൗണ്ട് ആണ് എടുക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വേണ്ടത് ഹെവി ക്രീം ആണ്. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1/2 കപ്പാണ് എടുക്കുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം കൂടെ വേണം, നമ്മുടെ ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പാനിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡും ചെയ്യാം, പക്ഷെ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അടിപിടിക്കുന്നില്ല. നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള പീക്സ് കിട്ടുമല്ലോ, ആ സമയത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ മെൽറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സ്റ്റിഫ് പീക്സ് കിട്ടുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ മൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഭംഗിയിൽ പ്രസന്റ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനിപ്പോൾ ഇത് വീഡിയോന്റെ ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇങ്ങനെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള മൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു സ്വീറ്റ് ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.